ഹായ് ദിസ് DTH ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. റോന്ത് NP ഡ്യൂട്ടി നൈറ്റ് പെട്രോളിനിറങ്ങിയ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും ദിലീഷ് പോത്തനും ഷാഹി കബീറിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. ഷാഹി കബീർ ഒരു എക്സ് പോലീസ് ഓഫീസറാണ്. ഓബിയസ്ലി നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ പടങ്ങൾ തിരക്കഥ എഴുതിയ ആളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള തിരക്കഥകൾ, വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള തിരക്കഥകൾ എഴുതിയ ആളാണ് ഷാഹി കബീർ. ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലെ ഇലവീഴ പൂഞ്ചിറയുടെ സംവിധായകനാണ്. ഇത് ഷാഹി കബീറിൻ്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ് റോന്ത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നൈറ്റ് പെട്രോളിനിറങ്ങിയ രണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ കഥയും ജീവിതവുമാണ് തിരക്കഥ. എനിക്ക് ഈ സിനിമയുടെ പകുതി വരെ തോന്നിയത് ഇത് അതിമനോഹരമായ ഒരു സ്ക്രിപ്റ്റായിട്ടാണ്. അതായത് പ്രത്യേകിച്ച് ദിലീഷ് പോത്തൻ്റെ യോഹന്നാൻ എന്ന ക്യാരക്ടർ, പോലീസുകാർ കളിയാക്കി യോനിച്ചൻ എന്ന് വിളിക്കുന്ന യോഹന്നാൻ്റെ ക്യാരക്ടർ, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസർ, അതുകൂടാതെ വളരെ ടാക്ട്ഫുള്ളായിട്ട് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ആ ടാക്ട്ഫുൾ നേച്ചർ അതിഗംഭീരമായിട്ടാണ് ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നതും ആ ക്യാരക്ടറിനെ ദിലീഷ് പോത്തേട്ടൻ പോർട്രേ ചെയ്തിരിക്കുന്നതും. റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവരുടെ പെർഫോമൻസസ് ഒക്കെ വളരെ മനോഹരമാണ്. പക്ഷേ അവസാനം എടുക്കും തോറും നമ്മൾ ഈയിടെ കാണുന്ന കുറേ പടങ്ങളുടെ ഒരു ക്ലൈമാക്സിലേക്കാണ് എത്തിച്ചേരുന്നത് ഏകദേശം. ഈ പടത്തിന് നായാട്ടിൻ്റെ ഹാങ് ഓവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. പക്ഷേ ഒരു നായാട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ഒരു ട്രിഗർ വാർണിംഗ് ഞാൻ കൊടുക്കുവാണ് ഈ ഓഡിയൻസിന്, അതായത് ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ്. കാരണം ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഡിപ്രഷനും സൂയിസൈഡൽ തോട്ട്സും സൂയിസൈഡ്സും ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ആ തീമിൽ കാണിക്കുന്ന തന്നെ ഒരു പടമാണ് റോന്ത്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇതൊരു മെൻ്റൽ ഹെൽത്ത് പടം കൂടിയാണ്. ഞാൻ ആ ഒരു ആസ്പെക്റ്റിനെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു പോലീസ് ഡ്രാമ എന്നതിലുപരി, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡായിട്ട് തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ട്രാക്ക് ഇതിനുണ്ട്. പക്ഷെ അത് ആ മെൻ്റൽ ഹെൽത്ത് ട്രാക്ക് കുറച്ച് റെപ്പിറ്റേറ്റീവ് ആണ്. അത് മാത്രമല്ല, ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിൻ്റെ ട്രോമാസ് കാണിക്കാൻ വേണ്ടി 2-3 എക്സാമ്പിൾസ് ഇങ്ങനെ നമ്മൾ ഹാമർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്തോ ട്രോമയുണ്ട്, അത്രയും മതിയായിരുന്നു. പക്ഷെ അത് 2-3 എപ്പിസോഡ്സായിട്ട് എക്സാമ്പിൾസ് കാണിച്ച് പിന്നീട് അത് റെവല്യൂഷനൊക്കെ നടത്തി ആ സമയത്ത് അതിനൊരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. അതുപോലെ റോഷൻ മാത്യുവിൻ്റെ ക്യാരക്ടറിൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയും ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിൻ്റെ ലൈഫ് ട്രോമാസും ഒക്കെ കുറച്ച് ഫോഴ്സ്ഡായി കണക്ക് തോന്നി. കാരണം അതേപോലെ തന്നെ കാരണം രണ്ട് പോലീസ് ക്യാരക്ടേഴ്സിന് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 പേർക്ക് ഓൾമോസ്റ്റ് ഒരേ കണക്കുള്ള ട്രോമാസ് വരുന്നത് കുറച്ച് ഫോഴ്സ്ഫുള്ളായിട്ട് തോന്നി. അത് മാത്രമല്ല, ഈ നൈറ്റ് പെട്രോൾ ഇറങ്ങിയിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് ഗ്രാവിറ്റിയുടെ എന്ന പടമാണ്, ഇംഗ്ലീഷ് പടം. ഗ്രാവിറ്റി എന്ന പടം കാണുമ്പോൾ ഇത് കണക്കാണ്. ഇത് സ്പേസിൽ പോയതിനു ശേഷം പിന്നെ ഇങ്ങനെ ഓരോ 15 മിനിറ്റ് തോറും പ്രശ്നങ്ങളാണ്. അത് കണക്ക് തന്നെ നീലക്കടൽ ചുവന്ന ഭൂമി, അതില്ലേ എന്താണ് പടത്തിൻ്റെ പേര്, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ആ പടം കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് തോന്നിയായിരുന്നു. കാരണം പുള്ളി പൊതുവെ ബൈക്ക് ട്രിപ്പിന് ഇറങ്ങിയിട്ട് നമ്മൾ പൊതുവെ കാണുന്ന കാഴ്ചകളല്ല അവർ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര ഫോഴ്സ്ഡായിട്ട് തോന്നി ആ സ്റ്റോറി. പച്ചക്കടൽ നീലഭൂമി ചുവന്ന കടൽ, എന്തായാലും പോട്ടെ, ആ സിനിമ മനസ്സിലായാലും എന്തായാലും. അപ്പം അതായത് അവർ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെ തോന്നി ഇത്. കാരണം അത്രയ്ക്ക് മോശമല്ല ഇത്. കാരണം ഇത് പോലീസ് ഓഫീസേഴ്സാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇപ്പം ഒരു 1-2 ദിവസം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുപോലെ ഇങ്ങനെ നടക്കത്തില്ല എന്ന് പറയാനുള്ള എക്സ്പീരിയൻസും എനിക്കില്ല. പക്ഷേ
കുറേയൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആണെന്ന് തന്നെ തോന്നി. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരെ പരിഹരിക്കുന്നു. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് റെപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നി. ഈ അച്ഛൻ കുഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും വീണ്ടും റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ളതെന്ന് തോന്നി. അതായത് ഈ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിന്റെ ട്രോമാസ് കാണിക്കാൻ വേണ്ടി ആ റെവല്യൂഷൻ വരുന്നത് വരെ കാണിക്കാൻ വേണ്ടി ഉള്ള എപ്പിസോഡ്സ് ആണ്. അത്രയ്ക്കും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതൊരു ഒട്ടും മോശം പടം ഒന്നുമല്ല. ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്ത കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ക്ലൂസൊക്കെ വളരെ പ്ലെയിൻ ആയിരുന്നു. ആദ്യം മുതലേ ഇട്ട് തരുന്ന ക്ലൂസൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ക്ലൂസാണ്. അതുകൊണ്ട് അതിനകത്തൊരു ഹിഡൻ ഫാക്ടറോ മിസ്റ്ററിയോ ഒന്നും അങ്ങനെ തോന്നിയില്ല. നേരത്തെ പറഞ്ഞ ആ മെൻ്റൽ ഹെൽത്ത് ട്രാക്ക് ഉണ്ട്. ആ മെൻ്റൽ ഹെൽത്ത് ട്രാക്ക് സൈഡായിട്ട് കിടക്കുന്നു, ഈ പോലീസ് ഡ്രാമ സൈഡായിട്ട് കിടക്കുന്നു. അപ്പം നീദർ ഹിയർ നോർ ദെയർ എന്നുള്ള രീതിയിൽ പോലെ തോന്നി. പിന്നെ അവസാനത്തെ ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ല എന്നല്ല, പക്ഷേ അങ്ങനെ ആക്കണമായിരുന്നു എന്ന് തോന്നി. ആ ക്ലൈമാക്സിലുള്ള തീമാണെങ്കിലും ഒരു ക്യാരക്ടറിന് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് അല്ലാതെ കാണിക്കാമായിരുന്നു തോന്നി. എന്തോ ഇമ്പാക്ട്ഫുൾ അല്ലാത്തൊരു എൻഡിങ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എന്നാൽ ആ സ്റ്റാർട്ട് വളരെ വളരെ ഷോക്കിംഗ് ആയിരുന്നു. ആ സ്റ്റാർട്ട് സീക്വൻസ്, അതായത് എൻഡ് കാണിക്കുന്ന സീക്വൻസ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സീക്വൻസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ. എനിവേ അവസാനമൊക്കെ ആയപ്പോൾ ടു മച്ച് ടു ഗ്രാബ് എന്നാണ് തോന്നി എനിക്ക്. 3 stars out of 5 for Ron.